ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ബസൂക്കയെ കുറിച്ചാണ്. ബസൂക്ക 10-ാം തീയതിയാണ് റിലീസിന് എത്തുന്നത് എല്ലാവർക്കും അറിയാം. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെ പോയാലും ഒരു 11:30-11:45 ആകുമ്പോൾ തീരും. 12:30-12:30 ഞാൻ എൻ്റെ ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ബയസ്ഡും അല്ലാതെ സിനിമയ്ക്ക് എന്താണോ, സിനിമ എങ്ങനെയാണോ, സിനിമയ്ക്ക് പോസിറ്റീവാണോ, എനിക്ക് തോന്നി എന്താണോ അത് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ബാക്കിയുള്ളവർക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു അത് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഒരു സിനിമയ്ക്കും അങ്ങനെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ അങ്ങനെ ഒരു സിനിമയ്ക്കും പ്ലസ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പം എമ്പുരാൻ സിനിമയാണെങ്കിൽ എമ്പുരാൻ സിനിമ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു, ഞാൻ പ്രതീക്ഷയില്ലെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ട്രെയിലർ വന്നതിന് ശരിക്കും നല്ല പ്രതീക്ഷ വന്നു. ഞാൻ സിനിമയ്ക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തു. പക്ഷേ എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ ചോദിച്ചപ്പോൾ കുറച്ച് പേർക്ക് സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞു. അങ്ങനെ ഒരു സിനിമയ്ക്കും നമ്മളൊരു സിനിമയും ഡീഗ്രേഡും ചെയ്യുന്നില്ല, ഒരു സിനിമയെ അപ്ഗ്രേഡും ചെയ്യുന്നില്ല. അപ്പം അതാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഞാൻ എമ്പുരാനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോൾ താഴെ മൊത്തം മമ്മൂട്ടി ഫാൻസിൻ്റെ തെറിയും, ബസൂക്കയെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോൾ താഴെ മൊത്തം മോഹൻലാൽ ഫാൻസിൻ്റെ തെറിയുമാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. അത് നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ വേണം, അങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതുപോലുള്ള സ്റ്റൈലിഷ്ഡ് റോള് എന്ന് വെച്ചാൽ, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റൈലിഷ് റോളും നാടൻ റോളും രണ്ടും ഇണങ്ങുന്ന ഒരാളാണ്. എന്നാൽ ലാലേട്ടൻ അങ്ങനെയല്ല. ലാലേട്ടന് മുണ്ട് മടക്കി വരണം, അതാണ് എനിക്ക് വേണ്ടത്. ഞാനും കാണാൻ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ, നരസിംഹം, അതുപോലെയുള്ളൊരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മമ്മൂട്ടി ആരാധകൻ എന്ന നിലയിൽ എനിക്ക് മമ്മൂട്ടിയെ കോട്ടിട്ട് കണ്ടാലും കുഴപ്പമില്ല, സ്യൂട്ടിട്ട് കണ്ടാലും കുഴപ്പമില്ല, മുണ്ടെടുത്ത് കണ്ടാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. കാരണം മമ്മൂട്ടിക്ക് ഏത് വേഷവും ചേരും എന്നുള്ള കാര്യം പണ്ട് മുതലേ എല്ലാവരും പറയുന്ന കാര്യമാണ്. നീ എന്ത് മമ്മൂട്ടിയാണ് എന്നാണ് കേൾക്കുന്നത്. നല്ല ലുക്കായിട്ട് വരുമ്പോൾ അതെല്ലാവർക്കും അറിയുന്നില്ല. അല്ലാതെ നീ മോഹൻലാല എന്ന് ആരും ചോദിക്കുന്നതായിരിക്കും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയാം, ഈ മോഹൻലാൽ ഫാൻസുകാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ റിപ്ലൈ ഇടാം. അതുകൊണ്ട് തന്നെ സ്റ്റൈലിഷ്ഡ് റോൾ ചെയ്യാൻ വേണ്ടി മമ്മൂട്ടി മാത്രമാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഉള്ളത്. കാരണം ഞാൻ പറഞ്ഞ ഇന്ത്യൻ സിനിമയിൽ തന്നെ രജനീകാന്ത് മമ്മൂട്ടിയുമായിരിക്കും മോസ്റ്റ് സ്റ്റൈലിഷ്ഡ് റോളുകൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇതുള്ളത്. പക്ഷേ ലുക്ക് വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ മുകളിൽ നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ സ്റ്റൈലിഷ്ഡ് റോൾ ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾ എമ്പുരാനിൽ കണ്ടു കാണും, കോട്ടൊക്കെ ഇട്ട് മോഹൻലാൽ കാണിച്ച മാസ്. അങ്ങനെ ആ മാസ് ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ആ മാസ് ഇഷ്ടപ്പെടാത്തവർ ബസൂക്കയ്ക്ക് ടിക്കറ്റ് എടുക്കണം, രണ്ടുപേരും ടിക്കറ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാസ് എന്താണെന്ന് ബസൂക്കയിലൂടെ കാണാൻ സാധിക്കും. കാരണം സ്റ്റൈല് കോട്ട് ഇട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇൻഷർട്ട് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഫൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഏറ്റവും മുഖ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ എമ്പുരാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന അതേ ഫോർമാറ്റിൽ അനമോർഫിക് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് അത് ചിത്രീകരിച്ചത്. അതിൻ്റെ റേഷ്യോ 2:3 അങ്ങനെ എന്തോ ഒരു റേഷ്യോയിലാണ് അതിൻ്റെ ചിത്രീകരണം നടന്നിട്ടുള്ളത്. അതിൻ്റെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പുള്ള സിനിമയാണിത്. എന്നാൽ ചില തിയേറ്ററുകൾ, ചില സ്ക്രീനുകൾ അതിൻ്റെ സൈസ് കുറവായതുകൊണ്ട് ചിലപ്പം ബ്ലാക്ക് ഷെയ്ഡ് മുകളിൽ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സ്ക്രീനിൽ തന്നെ നിങ്ങൾ സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പം ഈ സിനിമയുടെ ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് അപ്പുറമായിരിക്കും. കാരണം ഈ സിനിമ മലയാളത്തിൻ്റെ ഏറ്റവും സ്റ്റൈലിഷ് സിനിമ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനുള്ള സാധ്യത 100%. കാരണം ഇതിനു മുമ്പ് മലയാളത്തിലെ ഏറ്റവും മോസ്റ്റ് സ്റ്റൈലിഷ് സിനിമ എന്ന് പറയുന്നത് ബിഗ് ബി ആണ്. എന്നാൽ ഇത് ബിഗ് ബിക്ക് മുകളിൽ പോകുമെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട് പ്രകാരം അറിയാൻ സാധിച്ചത്. ഈ സിനിമയ്ക്ക് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ സിനിമ ഒരു ട്വിസ്റ്റ് ക്ലൈമാക്സ് ആയിരിക്കും എന്നാണ് മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്വിസ്റ്റ് ക്ലൈമാക്സ് ഈ സിനിമയ്ക്ക് സംഭവിക്കുമെന്നുള്ള കാര്യമാണ് അണിയർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ പ്രിവ്യൂ ഷോയൊക്കെ നടന്നു എന്ന് പറയുന്നത് എന്താണെന്ന് അതിലൊരു യാഥാർത്ഥ്യം എനിക്കറിഞ്ഞൂടാ. പക്ഷേ അതിനകത്തും ഇതുപോലുള്ളൊരു റൂമർ വരുന്നുണ്ട്. ഈ സിനിമയിലെ ക്ലൈമാക്സ് നിങ്ങളെ ഞെട്ടിക്കും, ഇതൊരു ഗെയിം ത്രില്ലറാണ്, ഗെയിം ത്രില്ലറിന് എങ്ങനെയാണോ ക്ലൈമാക്സ് വേണ്ടത് അതേ രീതിയിൽ അതിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. എണീറ്റ് നിന്ന് കൈയടിക്കാനുള്ള സീൻ ഇഷ്ടം പോലെയുണ്ട്. ഫൈറ്റ് സീൻസ് കൂടുതലുണ്ടെന്ന് സിദ്ധാർത്ഥ ഭരതൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ബസൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. രാവിലെ 9 മണിക്ക് തന്നെ ഷോ ഉണ്ട്. അപ്പം 9 മണിക്ക് തന്നെ പോയി കാണും. എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തും. ഓക്കെ, നന്ദി, നമസ്കാരം.